അല്പസമയത്തിനകം ഏതാണ്ടൊരു 10 മിനിറ്റിനകം തന്നെ ഇവിടേക്ക് ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു മേഖലയിൽ ഒരുക്കി BJP പ്രവർത്തകർ കാത്തിരിക്കുകയാണ്. BJPയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ ഒരു ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 75,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചു കയറിയ ഒരു തട്ടകം. ആ മണ്ഡലത്തിൽ അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ റോഡ് ഷോ, കേരളത്തിലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ റോഡ് ഷോ അത് ഇവിടെയാക്കി മാറ്റുന്നത്, തൃശ്ശൂരിലേക്കാക്കി മാറ്റാൻ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 സ്ഥാനാർത്ഥികളായിരിക്കും പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ അത് ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മാത്രമായിരിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയല്ല, 3 സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തുറന്ന വാഹനത്തിൽ ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത് നിലവിൽ ഈ മണ്ഡലത്തിലെ തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി, അവരും കൂടാതെ മറ്റൊരു സ്ഥാനാർത്ഥി അവരുടെ ഒരു B ക്ലാസ് മണ്ഡലം ആയിട്ടുള്ള മണലൂരിലെ സ്ഥാനാർത്ഥി, അത് മുൻ ജില്ലാ അധ്യക്ഷനൊക്കെ ആയ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് KK അനീഷ് കുമാർ, അദ്ദേഹവും ഇത് കൂടാതെയാണ് അടുത്ത സർപ്രൈസ് സ്ഥാനാർത്ഥി. അവർക്ക് BJPക്ക് ഈ മേഖലയിൽ കിട്ടിയ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി അത് CC മുകുന്ദനായിരുന്നു. CPIയിൽ നിന്ന് ഇവിടേക്ക് വിട്ടെത്തിയ CC മുകുന്ദൻ, അദ്ദേഹം നാട്ടികയിലെ താമര ചിഹ്നത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അദ്ദേഹവും ഈ റോഡ് ഷോയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം ജില്ലയിലെ മറ്റു സ്ഥാനാർത്ഥികളുമായി NDA BJP സ്ഥാനാർത്ഥികളുമായി അദ്ദേഹം സംവാദം അദ്ദേഹത്തിന്റെ ഒരു സംസാരമുണ്ടാകും, ഒരു ചർച്ചയുണ്ടാകും. ആ ചില നിർദ്ദേശങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് സമയവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും ആശീർവാദങ്ങളും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP സ്ഥാനാർത്ഥികൾക്ക് നൽകും. ആ ഒരു വേദി സജ്ജീകരിച്ചിരിക്കുന്നത് ഈ 900 മീറ്റർ റോഡ് ഷോ അവസാനിക്കുന്ന തൊട്ട് അപ്പുറത്തുള്ള ബിനിക്ക് സമീപമാണ്, ബിനി ജംഗ്ഷന് സമീപമാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.